വിടരുത്, ഒരു കാരണവശാലും വിടരുത്. ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ഒരു ഉഗ്രൻ ചാൻസാ. ഇപ്പൊ പിടിച്ചാൽ രക്ഷപ്പെട്ടു. അതെ, ഒരു കാരണവശാലും ആ കല്യാണം നടത്താൻ സമ്മതിക്കരുത്. ഗിരിജ, അല്ല ഇതിനാണോ നീ ഇങ്ങോട്ട് വന്നത്? എന്തൊക്കെ സംഭവിച്ചാലും ഇവരുടെ ഈ സ്വഭാവം മാറാൻ പോകുന്നില്ല. അല്ല മനുഷ്യ, നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? സ്വസ്ഥമായിട്ട് സംസാരിക്കാൻ പോലും നിങ്ങൾ സമ്മതിക്കില്ലേ? മനുഷ്യരുടെ സമാധാനം കളഞ്ഞ് വീട്ടിൽ വഴക്കുകൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇളക്കി വിടുന്നതാണോ നിങ്ങളുടെ സംസാരം? മതി നീ സംസാരിച്ചത്, ഞങ്ങൾ അറിഞ്ഞ. നീ വരാൻ നോക്ക്. അപ്പച്ചി ഇപ്പൊ വരുന്നില്ല, നിങ്ങൾ പോക്കോ. ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോ. അപ്പോ നിന്റെ മോളോട് ഞങ്ങൾ എന്ത് പറയണം? അപ്പച്ചി കുറച്ചു കഴിഞ്ഞങ്ങ് വന്നോളൂ. അഞ്ജുനോട് ഞാൻ വിളിച്ചു പറഞ്ഞോളാം. വാമേ, നമുക്കിറങ്ങാം. ഞങ്ങൾ ഇറങ്ങാം. പോയിട്ട് വരാം. അതെ, രണ്ടുപേർക്കും ദുർഗയോടാ പ്രിയം. അതാ നമ്മളോട് ഇത്ര ദേഷ്യം. അത് വിട്ടേക്ക്. പക്ഷെ ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് ആ ദുർഗയാണ്. അവൾ ആരാ മോളെന്നറിയും. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത ഐറ്റവാ. അതെ, ഒന്ന് ഓർത്തു നോക്കിക്ക്. ആദ്യം അവൾ അവനെ വിളിച്ചോണ്ട് ഗതി മുട്ടിയ പോലെ ഈ വീടിന്റെ വാതിക്കെ വന്നു നിന്നു. പൂർണിമയുടെ കൈയും കാലും പിടിച്ച് അകത്ത് കയറി. ഇപ്പൊ പൂർണിമയുടെ വിശ്വാസം പിടിച്ചു പറ്റി ഓരോന്നോരോന്നായി സ്വന്തമാക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പോയാ അവസാനം ഇന്ദ്രപ്രസ്ഥ അവളുടെ പേരിലാവും. അതിനവർക്ക് എന്ത് അവകാശമുള്ളത്? പാവം ചേച്ചി, ഈ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി എന്തൊക്കെ സഹിക്കുന്നുണ്ട്. അതൊന്നും ഇവർക്കാർക്ക് മനസ്സിലാവാത്ത എന്താ? എല്ലാവർക്കും അവരവരുടെ കാര്യമാ വലുത്. ഓരോരുത്തരുടെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നടക്കാതെ വരുമ്പോഴും അവർക്ക് കിട്ടേണ്ടത് നഷ്ടപ്പെടുവോ എന്ന തോന്നലുണ്ടാകുമ്പോഴും അവര് പ്രതികരിക്കും. എല്ലാവരും എതിർത്ത് സംസാരിച്ചപ്പോ ചേച്ചിക്ക് നല്ല സങ്കടമായി. കണ്ണു നിറയുന്നത് ഞാൻ കണ്ടതാ. കിരൺ പൂർണിമേച്ചയുടെ കാര്യം മാത്രമാണ് ചിന്തിക്കുന്നത്. ചേച്ചി ഇന്ന് അവരോട് സംസാരിച്ചത് നമ്മുടെ കല്യാണം നടത്തുന്നതിനെ കുറിച്ചാ. അങ്ങനൊരു ചിന്ത ചേച്ചിക്ക് ഉണ്ടാവാനുള്ള കാരണം എന്തായിരിക്കും? ചേച്ചിയുടെ മനസ്സിന് നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാ. അല്ല, അത് ആദ്യം ചേച്ചിയുടെ ആ ചിന്തയാണ് മാറേണ്ടത്. എന്നാ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. അതിപ്പോ എങ്ങനെ മാറാനാ? ചിലപ്പോ പല ദിവസങ്ങൾ ചേച്ചി നമ്മളെ നിരീക്ഷിച്ചതിൽ നിന്നും ചേച്ചി മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളായിരിക്കും അത്. എത്രയൊക്കെ ആയാലും രണ്ടുപേര് വിവാഹം കഴിച്ചവരെ പോലെ അഭിനയിക്കുന്നതിന് പല പരിധികളുണ്ട്. അത് ശരിയാണ്. അല്ലെങ്കിൽ അവര് ലവേഴ്സ് എങ്കിലും ആയിരിക്കണം. അതെ, നമ്മൾ ഇതൊന്നും അല്ലാത്തതുകൊണ്ടാ ചേച്ചി പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. എന്നാലും നമുക്കിനിയും ചാൻസ് ഉണ്ട്. അതെങ്ങനെ? ചേച്ചി കല്യാണത്തിന്റെ കാര്യം ഇനിയും മൂവ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കല്യാണം കഴിഞ്ഞതാന്ന് ചേച്ചി തെളിവ് സഹിതം ബോധ്യപ്പെടുത്തണം. അതെങ്ങനെ? ക്രിയേറ്റ് ചെയ്യണം. ഓ, നമ്മുടെ വിവാഹം കഴിഞ്ഞതാണെന്ന് പൂർണ്ണിമേച്ചിയെ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന പല തരത്തിലുള്ള തെളിവുകള് നമ്മൾ ഉണ്ടാക്കിയത് ചേച്ചിയുടെ മുന്നിൽ എത്തിച്ച് ബോധ്യപ്പെടുത്തിയ ചേച്ചി പിന്നെ വിവാഹത്തിന്റെ കാര്യം പറയില്ല. അതേ ഇനിയൊരു വഴിയുള്ളൂ. എന്നാ ഓക്കെ, എന്നാ അങ്ങനെ തന്നെ ചെയ്യാം. ഹലോ, താരയല്ലേ? ഞാൻ അഷിത, ഇന്ദ്രപ്രസ്ഥത്തിലെ പൃഥ്വിയുടെ വൈഫ്. ആ അഷിത, എന്താ വിശേഷിച്ച്? എനിക്ക് താരയൊന്ന് നേരിട്ട് കാണണമായിരുന്നു. കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ശരി, നമുക്ക് കാണാം. ഞാൻ ഇപ്പൊ കുറച്ച് ബിസിയാ. നമുക്ക് എവിടെ മീറ്റ് ചെയ്യാമെന്ന് ഞാൻ വിളിച്ച് പറയാം. ശരി, ഓക്കെ, ബൈ. എന്തായാലും ആ കുടുംബത്തിൽ നിന്നുള്ളതാ. എവിടെയെങ്കിലും ഉപകരിക്കാതിരിക്കില്ല. ഒരു തുറുപ്പ് ചീട്ടായിരിക്കും. ഹേയ്,
നിങ്ങളോട് എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വന്നതാ. ഞങ്ങൾ ഇവിടെ പഠിക്കുക. ദുർഗേച്ചി തള്ളി മറിക്കുവാണെന്നല്ലേ കിരൺ ചേട്ടൻ പറഞ്ഞത്? ആ, എന്നതാ ഈ ചാപ്റ്റർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ. ഓ അത്രേ ഉള്ളോ? അതൊക്കെ ഈസി അല്ലേ? നോക്കട്ടെ. ഇത് സയൻസ് ആയിരുന്നോ? ഞാന് പൊളിറ്റിക്സാ. നിങ്ങൾ ഡെമോക്രസിയെ കുറിച്ചും സോഷ്യലിസത്തെ കുറിച്ചും പിന്നെ ക്യാപിറ്റലിസത്തെ കുറിച്ചും ചോദിക്കേ, ഞാൻ പറഞ്ഞുതരാം. അതെന്തിനാ ചോദിക്കുന്നേ? ഞാൻ പഠിക്കുന്ന ഇതല്ലേ, ക്വാണ്ടം ഫിസിക്സും ആറ്റത്തിന്റെ സ്ട്രക്ചറും. അതൊക്കെ അറിയെങ്കിൽ പറഞ്ഞതാ. ആ, ധ്വനിമോൾക്ക് വരെ മനസ്സിലായി കിരൺ ചേട്ടന് ഒന്നും അറിയില്ലാന്ന്. അല്ലേ ദുർഗച്ചി? അതെ അതെ കറക്റ്റാ. അയ്യേ കഷ്ടം തന്നെയല്ലേ, നാണക്കേട്. എന്താ കിരൺ? അയ്യോ കളിയാക്കുന്നു. കഷ്ടം തന്നെ. നിക്ക്, ദുർഗ. എന്താ കിരൺ ഇത്? ഓ, അവിടെ നിക്ക്. നിക്ക. കഷ്ടമുണ്ട് കേട്ടോ.